ഹായ് ഗൈസ്, ഇസ്മിക്കോ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഏകദേശം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. സവോള ഒരു 3 സവോള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് ഇനി ആഡ് ചെയ്യാം, കുറവുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം പോലെ. കുറച്ച് ചെറുള്ളി ഒരു പ്രത്യേക ടേസ്റ്റ് വരും, അറിയാമല്ലോ. കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് കറിവേപ്പില, തേങ്ങക്കൊത്ത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണം കിട്ടാൽ മതി. കാരണം എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ എടുത്തോടൊന്ന് കടിക്കാൻ ഒരു ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇടുന്നത്. ഒരു 3 ഉണക്കമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. വെളുത്തുള്ളി ഇച്ചിരി മേളിൽ നിന്നിട്ട് കുഴപ്പമില്ല, ചതച്ചത്. പിന്നെ ഒരു തക്കാളി എടുത്തിരിക്കുന്നത്, അതിനെ കുത്തി അരിഞ്ഞത്. മിക്സിയിലിട്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, വെള്ളം ചേർക്കുക, അടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. പിന്നെ ഒരു കാര്യം, മുളകും മല്ലിയൊക്കെ ഞാനത് ഇടുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അത് നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഞാനിത് ഉരുളിയിലാണ് ചെയ്യുന്നത് കേട്ടോ. സത്യത്തിൽ ഈ റോസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ട ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ്, പക്ഷേ എനിക്ക് അതിന് വലിപ്പമുള്ള ഇരുമ്പ് ചീനിച്ചട്ടിയില്ല, അതുകൊണ്ട് ഉരുളിയിലാണ് ചെയ്യുന്നത്. ഇത്രയും വേണ്ട, 1 കിലോ ഉണ്ടാക്കാൻ പറ്റുന്ന ഇരുമ്പ് ചീനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഇതിനേക്കാളും ബെറ്റർ. ധാരാളം നമുക്ക് ഇത് തന്നെ ഉണ്ടാക്കാം, നമുക്കതൊരു പ്രശ്നമല്ലോ അല്ലേ. ഇപ്പം ഉരുളി ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ ഒരു മിനിറ്റ് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക, റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഉണക്കമുളക്, ദെൻ കറിവേപ്പില. ഇപ്പോൾ ഇവൻ മൂത്ത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഇതിനെ കൂടെ പച്ചമണം മാറുതളം വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അന്നേരം പറഞ്ഞ പോലെ ഗ്രേവി വേണ്ടവർക്ക് മാത്രം ഏറെ സവോള ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കൂടെ ചെറിയുള്ളിയും കൂടെ. ഇത് എളുപ്പമൊന്നായി കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പിട്ടാൽ ഇതിൻ്റെ അകത്ത് വെള്ളം എളുപ്പം ഇറങ്ങും. ഉപ്പിട്ടാൽ ഇതിൻ്റെ അകത്ത് വെള്ളം എളുപ്പം ഇറങ്ങും. ഇനി പച്ചമുളകോട് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. നന്നായിട്ട് മൂത്ത് വരട്ടെ, നമുക്കൊന്ന് ആയൊന്ന് നോക്കാം. ആയിട്ടില്ല കേട്ടോ, നല്ല റോസ്റ്റായിട്ട് വരണം. ഇപ്പം നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. സവോള, ഇഞ്ചിയെല്ലാം ഒന്ന് മൂത്ത് നമുക്ക് ഇങ്ങനെ സൈഡാക്കി വെച്ച് കൊടുക്കാം. 2 എണ്ണ ഇങ്ങോട്ട് വരുന്നുണ്ട്. തീ കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുളകും മല്ലിയൊക്കെ കരിക്കും. അല്ലെങ്കിൽ ഒരു ഏകദേശം 3 സ്പൂണോളം, 5 സ്പൂണാണ് കാശ്മീരി ചില്ലി. കാശ്മീരി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇച്ചിരി വലിയ സ്പൂണാണ്. 1, 2, 3 കൊറിയണ്ടർ, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. നമുക്കൊന്ന് ശരിക്ക് മൂപ്പിച്ചെടുക്കാം. ഓർമ്മിക്കണം, തീ കുറച്ചായിട്ടിരിക്കുന്നത്. പിന്നെ പറയാം, നമുക്കെല്ലാം ഈ കൈക്കണക്കായുണ്ട്
ടേബിൾ സ്പൂൺ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, പഠിക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആ തക്കാളി, അരിഞ്ഞ് വെച്ച തക്കാളി, ഈ തക്കാളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. തീ കൊടുക്കുക. തക്കാളി പേസ്റ്റാക്കി ഒഴിച്ചാലും നല്ലതാണ്. മിക്സി എടുത്തില്ലെങ്കിൽ ഇത് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാതെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാവേ. ഇതിനിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വേകട്ടെ. ഇതിൻ്റെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കി നോക്കുകയും വേണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുകയും വേണം. നല്ലതാണെങ്കിലും അഴുക്കാണെങ്കിലും. നമുക്ക് ഇതിനെ തുറന്നു നോക്കാം. വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അടഞ്ഞിരുന്ന് വേകട്ടെ. ഒന്നുകൂടെ നടച്ചു വെക്കാം. ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിനെ വേവിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിലോ ഈ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും കോഴി റെഡിയായിരിക്കും. അടച്ചു. അവനിരുന്നങ്ങ് പറ്റട്ടെ. ഒന്ന് തുറന്നു നോക്കാം. അത് ഒഴിച്ചുമ്പോൾ ശരിക്കും വെള്ളം ഇളകി വരുന്നുണ്ട് കേട്ടോ. ഉപ്പുണ്ടോ നോക്കാം. ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുവാണേ. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 1 കിലോയുടെ അളവിലാണ് ഈ സാധനം എടുത്തിരിക്കുന്നത്. അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് മാറ്റുക. ഒരു കാര്യം, ഇച്ചിരി ഗ്രേവിയായിട്ട് വേണ്ടവർക്ക് ഇവിടെ നിർത്താം. ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് പറ്റുകട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിലേക്ക് ഇച്ചിരി ഗരം മസാല അധികം ഉണ്ട് കേട്ടോ ആഡ് ചെയ്തു. സ്വല്പം കുരുമുളക്, സ്വാദാനുസാരം, പെരിഞ്ജീരകം, ഇപ്പം നമ്മുടെ ചിക്കൻ വരട്ടിയത്, ചിക്കൻ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് തീ ഓഫ് ചെയ്തു. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ
അവർ വെളിച്ചെണ്ണ ഫ്ലേവറാക്കി. അപ്പം സംഗതി വേറെ ലെവൽ. ചിക്കൻ റോസ്റ്റ്, അപ്പം, ചോറ്, എന്തിൻ്റെ കൂട്ടത്തിനും പോകും. എനിക്ക് അതിൻ്റെ ടെക്സ്ചർ സൂപ്പറായില്ലേ? അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വെച്ച് നോക്കി അഭിപ്രായങ്ങളും പറയണം കേട്ടോ. ഓക്കെ ദെൻ, ഇറ്റ്സ് മീക്കോ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നമുക്കിൻ്റെ മേളിലേക്ക് ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്യാം.